ഹായ് ഹലോ കുട്ടീസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഡ്രാമ റേഡിയോ. എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ കുട്ടിക്കാലത്തെ ഹീറോയുടെ അടുത്ത് അവന്റെ അങ്കിള് പറയുന്നുണ്ട് എന്നെ ഫോട്ടോ എടുക്കാനായിട്ട്. ആ ഫോട്ടോ എടുക്കുന്ന ടൈമില് അവന് മനസ്സിലായി 35 വയസ്സാവുന്നത് കൊണ്ട് അങ്കിളിന്റെ അവസാന ഫോട്ടോയാണ് എടുക്കാൻ പറയുന്നത് എന്ന്. അതറിഞ്ഞതും ഹീറോയുടെ കണ്ണൊക്കെ നിറയാൻ തുടങ്ങി. എന്നെ കൊണ്ടൊന്നും ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഹീറോ ഫോട്ടോ എടുക്കാതെ അവിടെ നിന്ന് പോവാണ്. ആ സീൻ കട്ടാക്കി ഹാനിന്റെ അടുത്ത് അവന്റെ ഫോട്ടോ എടുക്കാനായിട്ട് ക്യാമറയൊക്കെ സെറ്റാക്കി കൊടുത്തോണ്ടിരിക്കുക. ഹാൻ ഇങ്ങനെ ക്യാമറയിലൂടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹീറോ പതിയെ അവളുടെ മുടി മാറ്റി കൊടുക്കുന്നുണ്ട്. അവള് പതിയെ അവനെ നോക്കിയ ടൈമില് ഹീറോ പെട്ടെന്ന് ഹാനിനെ കയറി കിസ് ചെയ്തു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, നീ ശരിക്കും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗേൾ ആണെന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കാനായിട്ട് പോയിരിക്കുക. ഹാൻ ഒരു ക്ലിക്ക് ചെയ്തപ്പോ തന്നെ ചറപറ ഫ്ലാഷ് വരാൻ തുടങ്ങി. നശിപ്പിച്ച്, എന്റെ ക്യാമറ നശിപ്പിച്ച്, ഇതൊക്കെ മതി ഫോട്ടോ എടുത്തത്, ഇനി ക്യാമറ തൊട്ടുപോയേക്കല്ലെന്നുള്ള രീതിയിൽ ഹീറോ ക്യാമറയ്ക്ക് എന്ത് പറ്റിയെന്ന് നോക്കിക്കൊണ്ടിരിക്കുക. ഉടനെ ഹാനും എന്നെ ഇൻസൾട്ട് ചെയ്യുന്നു, ഞാനും നന്നായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കും, ആ ക്യാമറ ഇങ്ങനെ തന്നെയെന്ന് പറഞ്ഞ് അത് പിടിക്കാനായിട്ട് ട്രൈ ചെയ്തപ്പോ ഹീറോ ആയിട്ട് ക്ലോസ് ആയിട്ട് വന്ന് നിൽക്കുക. ഹാൻ ഉടനെ ഞാനിങ്ങനെ ക്ലോസ് ആയിട്ട് വരാൻ വേണ്ടിയല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ചോദിക്കുക. ഹീറോയും അങ്ങനൊന്നും ഇല്ലട്ടോ, ഞാൻ ക്യാമറ തരാതിരിക്കാനാന്ന് പറഞ്ഞ് അവരങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ഗൂ വരുന്നുണ്ട്. ഗൂവിനെ കണ്ടതും ഹാനിനെ പെട്ടെന്ന് അവിടെ ഒരു കബോർഡിന്റെ അടിയിൽ ഒളിപ്പിച്ചു വെക്കുക ഹീറോ. ഗൂവും നേരെ വന്ന് ഇന്നലെ എന്ത് പരിപാടി കാണിച്ചത്, ഞാൻ ശരിക്കും പെടാപ്പാട് വിട്ടു, ആ വിസിറ്റേഴ്സിനെ കൊന്നില്ലാന്നേ ഉള്ളൂ, എവിടെ പോയേക്കുമായിരുന്നു, ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് ഹീറോയുടെ അടുത്ത് ദേഷ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുക. ഹീറോയും അതെങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ, ഞാനൊരു വർക്കിന്റെ ആവശ്യമായിട്ട് അവിടെ പോയേക്കായിരുന്നു, ഇവിടെ പോയേക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ദേഷ്യമൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചാലും അവിടെ പുറകിലിരുന്ന് ഹീറോയുടെ കൈയും പിടിച്ച് ഇക്കളെ ഓട്ടിക്കൊണ്ടിരിക്കുക ഹാന്. ചെകുത്താനും കടലിലും നടുക്കുവിട്ട അവസ്ഥയായിരുന്നു ഹീറോടത്. ഗു പോയ ഉടനെ ഇറങ്ങി വാ, അവൻ പോയിന്ന് പറഞ്ഞ് ഹാനിനെ തിരിച്ചു വെളിയിലിറക്കി. അവിടെ സീൻ കെട്ടാക്കി നമ്മും ഗുവും ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുക. നമ്മിന്റെ മൈൻഡ് ഒട്ടും ക്ലിയർ അല്ല, ഡിവോഴ്സിന്റെ കാര്യവും ആ ഒരു പയ്യന്റെ കൂടെ ഞാനെ കണ്ട കാര്യമൊക്കെ ഓർത്തുകൊണ്ടേ ഇരിക്കുക. ഗു അവിടെ നിന്ന് പറയുന്നതൊന്നും ശ്രദ്ധിക്കുന്നതേ ഇല്ല. ആ ടൈമിൽ അവിടേക്ക് ഹാനും ഹീറോയും ചിരിച്ച് കളിച്ചു വരുന്നുണ്ട്. ഇത് കണ്ട ഉടനെ ഗു ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. നിങ്ങൾ എന്താ ഒരുമിച്ച് വരുന്നത്, അതും ചിരിച്ച് കളിച്ചൊക്കെ എന്ന് ചോദിക്കുക. അവരും എങ്ങനെയല്ലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ, അല്ല ഞങ്ങൾ കോഫി ഷോപ്പിൽ പോയപ്പോ ഒരുമിച്ച് വന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് മാനേജ് ചെയ്തോണ്ടിരിക്കുക. അങ്ങനെ 4 പേരും ഫുഡ് കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇന്നലത്തെ വിസിറ്ററിന്റെ കാര്യം പറയാൻ തുടങ്ങി. അങ്ങേർക്ക് ഒരു വൈഫും ഒരു കാമുകിയും ഉണ്ട്, പക്ഷെ ഫോട്ടോ എടുക്കേണ്ടത് ആരുടെ കൂടെയാണെന്ന് അറിയത്തില്ല. അങ്ങനെ ഫുൾ കൺഫ്യൂഷൻ ആയിട്ട് തന്നെ കുറെ ടൈം പോയി. ലാസ്റ്റ് ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് ആരെയും ചൂസ് ചെയ്യാൻ പറഞ്ഞപ്പോ അയാൾ ഒരാളെ ചൂസ് ചെയ്തു എന്ന് പറയാ. നമ്മോടനെ ക്യൂരിയോസിറ്റിയോടെ അയാൾ വൈഫിനെയാണ് ചൂസ് ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ അയാൾ ചൂസ് ചെയ്തത് കാമുകിനെയായിരുന്നു. അത് കേട്ടതും നമ്മിന് ശരിക്കും ദേഷ്യം വന്നു. നമ്മ അവന്റെ കാര്യമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടായിരിക്കാം ശരിക്കും ദേഷ്യം വന്ന് അവിടെയുള്ള ഡെസ്ക് തന്നെ ഇടിച്ചു പൊട്ടിച്ചു. അവർക്കൊന്നും കാര്യം എന്താന്ന് മനസ്സിലായില്ല. എന്നാൽ ഹീറോയ്ക്ക് മാത്രം എന്തോ റോങ് ആയിട്ടുണ്ടല്ലോ എന്ന് ഫീൽ ചെയ്യാൻ തുടങ്ങി. നമ്മുടനെ അവിടെ നിന്ന് പോയി. ഇവര് 3 പേരും കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് താഴെ കൂടെ പാസ് ചെയ്യുന്ന കിമ്മിന് വെച്ച കൊയിന്റെ മണം വരാൻ തുടങ്ങി. മണം വന്ന ഉടനെ നേരെ അത് ഫോളോ ചെയ്തു വന്നതും ഒന്നും നോക്കിയില്ല, ഒരു പീസ് എടുത്ത് കഴിച്ചിട്ടാണ് സംസാരം തുടങ്ങുന്നത്. രണ്ടുപേരും തന്നെ ഇരുന്ന് കുക്ക് ചെയ്ത് കഴിക്കുന്നു. ഒരു വാക്ക് ഒന്ന് ഉറക്കെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഓടി വരത്തില്ലായിരുന്നു എന്നെല്ലാം വലിയ കാര്യത്തിന് സംസാരിച്ചോണ്ടിരിക്കുക. ആക്ച്വലി കിം ഇവിടെയാണ് താമസിക്കുന്നതെന്ന് ഗുവിന് ഇത്രയും നാളായിട്ടും അറിയില്ലായിരുന്നു. കാരണം ലേറ്റ് ആയിട്ട് വരും, നേരത്തെ തന്നെ ഓഫീസിലും പോകും. ഗുവും കിമ്മും ഈ വീട്ടിൽ വെച്ച് മീറ്റ് ചെയ്തിട്ടേ ഇല്ല. ഈ ഇന്ത്യൻ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് തിങ്ക് ചെയ്തോണ്ട് നിൽക്കുകയാണ് ഗു. ഈ റൂംമേറ്റ് ആയിട്ടുള്ള എന്നെ ഒന്ന് വിളിക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കിമ്മും ആ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് കൂടുക. കിം ഉടനെ അവരോട് ചോദിക്കുക, നിങ്ങൾ എന്തിനാ ഈ രണ്ടും രണ്ട് സ്ഥലത്തിരിക്കുന്നത്, ഇപ്പോഴും ഷൈ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്, നിങ്ങൾ ഡേറ്റ് ചെയ്യുന്നത് എനിക്ക് സന്തോഷമേ ഉള്ളൂ, അതുമല്ല ഇവിടെ നിങ്ങൾ രണ്ടും മാത്രമല്ലേ ഉള്ളൂ, പിന്നെന്തിനാ ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് ഹീറോനെയും ഹാനിനെയും ഒരുമിച്ചിരുത്തി. എന്നിട്ട് ഗുവിന്റെ അപ്പുറത്ത് കിമ്മ് വന്നിരുന്നു. കിമ്മിന്റെ അടുത്ത് ഹാൻ ഓഫീസിലെ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഉടനെ കിമ്മും ഗു ഇരിക്കുന്ന സൈഡിലോട്ട് നോക്കിയിട്ട് ഓഫീസിലൊരു ഗോസ്റ്റ് ഉള്ളതുകൊണ്ട് ശല്യം സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാ. ശരിക്കും കിം ഉദ്ദേശിച്ചത് മാനേജറിനെയാണ്. എന്നാൽ ഹീറോയ്ക്ക് ഇത് കേട്ടപ്പോ ശരിക്കും ചിരി വന്നു. ഹീറോ ഉടനെ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കുക. ID കാർഡ് എടുത്ത് കാണിച്ചപ്പോ ഗുവിന്റെ പോസ്റ്റിലാന്ന് മനസ്സിലായി. ഉടനെ ഹീറോയും എനിക്ക് അവിടെ ഒരാളെ അറിയാമായിരുന്നു, അയാളുടെ ഡീറ്റെയിൽസ് വേണം ചോദിക്കുക. ഉടനെ ഗു അവിടെ ഇരുന്ന് വെള്ളമെടുത്ത് ഹീറോയുടെ മേത്തോട്ട് ഒരൊറ്റ ഒഴിക്കില്ല. സ്വാഭാവികം ഇത് കണ്ട കിം ഞെട്ടിപ്പോയിന്ന് പറയാം. ശരിക്കും ഇപ്പൊ എന്താ സംഭവിച്ചത്, ആ ഗ്ലാസ് തന്നെ മൂവ് ചെയ്ത് വെള്ളം ദേഹത്തോട്ട് ഒഴിക്കുമല്ലായിരുന്നു എന്ന് ചോദിക്കുക. ഉടനെ ഹാനും ഹീറോയും കൂടെ അങ്ങനെയല്ല, നിനക്കത് തോന്നിയതാന്നൊക്കെ പറഞ്ഞ് മാനേജ് ചെയ്യുന്നുണ്ട്. എന്നാലും കിമ്മിന് ഇടയ്ക്കിടയ്ക്ക് ഫീൽ ചെയ്യാണ് ഇവിടെ വേറെ ആരോ ഉള്ളതായിട്ട്. ഇവിടെ ഗു ആണെങ്കിൽ അന്തം വിട്ട് നിൽക്കുക. ഗുവിന് ഇപ്പോഴാണ് ഓരോ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ഗു ഇത്രയും നാളെ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നതും അവൻ ഇത്രയും നാളെ കാത്തിരുന്ന അവന്റെ ആദ്യത്തെ ഡേറ്റ് ചെയ്ത പെൺകുട്ടി കിം ആയിരുന്നു എന്ന്.
പ്രൊഫൈലിന്റെ അകത്ത് കിമ്മും ഹീറോയിനും കൂടെ നിൽക്കുന്ന ഫോട്ടോ ആയിരുന്നു. അതുകൊണ്ടാണ് ഹാനാണ് എന്ന് ഗു തെറ്റിദ്ധരിച്ചത്. ഇപ്പൊ പക്ഷെ കിമ്മാണ് എന്നുള്ളൊരു ഞെട്ടല്ലോ ആ സീൻ അവിടെ കെട്ടാക്കി നം നേരെ വന്നിരിക്കുന്നത് ആ ഒരു ഫ്ലവർ ഷോപ്പിലേക്കാണ്. കോവിഡ് സമയത്ത് നമ്മിന്റെ വൈഫ് ഇവിടെയാണ് അവളുടെ ലോൺലിനെസ് ഒക്കെ മാറ്റാനായിട്ട് ഫ്ലവർ അറേഞ്ച്മെന്റ് ഒക്കെ പഠിക്കാനായിട്ട് വന്നിരുന്നത്. അവള് പറഞ്ഞ കാര്യമൊക്കെ നാം ഓർക്കുന്നുണ്ട്. നം ബിസി ആയതുകൊണ്ട് തന്നെ അവളുടെ ബർത്ത്ഡേ വരെ മറന്നു. വീട്ടിലൊരു ദിവസം ഫ്ലവർ ഒക്കെ എക്സ്ട്രാ വന്നിരിക്കുന്നത് കണ്ടപ്പോ ഞാനിപ്പോ ഒരു ക്ലാസ്സിന് പോകുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ഒറ്റപ്പെടല് നല്ല രീതിയിൽ കുറവുണ്ടെന്നൊക്കെ അവള് പറഞ്ഞതൊക്കെ നമ്മ ഇപ്പൊ ഓർക്കുന്നുണ്ട്. ഇതെല്ലാം ഓർത്തോണ്ടിരിക്കുന്ന സമയത്ത് ആ ഷോപ്പിലെ ഓണർ ആർക്കും മെസ്സേജ് അയക്കുന്നുണ്ട്. കസ്റ്റമർ വന്നപ്പോ ഫോൺ അങ്ങനെ വെച്ചിട്ട് പോയി. അത് നമ്മിന്റെ വൈഫിനായിരുന്നു മെസ്സേജ് അയച്ചോണ്ടിരുന്നത്. നമ്മ ഇതിനു മുമ്പേ അയച്ച ചാറ്റൊക്കെ നോക്കിയപ്പോ ഇവര് തമ്മില് റിലേഷൻഷിപ്പ് ആയതുപോലെയുള്ള മെസ്സേജുകളായിരുന്നു ഉണ്ടായിരുന്നത്. അത് കാണുന്ന നമ്മിന് എങ്ങനെ സഹിക്കാനാ? അവനെ കൺട്രോൾ ചെയ്യാനേ പറ്റിയില്ല. ആ ഒരു ദേഷ്യത്തില് അവിടെ ഉണ്ടായിരുന്ന ഒരു ഫ്ലവർ വൈസ് അവിടെ കാണുന്ന ഒരു ചില്ലിലേക്ക് എടുത്തൊരൊറ്റയേറ് ചില്ല തവിട് പൊടിയായി. അവിടെ ഉണ്ടായിരുന്ന കസ്റ്റമറിനെ ഒക്കെ പറഞ്ഞു വിട്ടെങ്കിലും അയാൾക്കും ഇതെന്താ സംഭവിച്ചെന്ന് മനസ്സിലായില്ല. നാം ശരിക്കും ദേഷ്യം കൊണ്ട് അവന്റെ കൺട്രോൾ വിട്ടുപോകാൻ തുടങ്ങിയിരുന്നു. കറക്റ്റ് അവിടേക്കാണ് ഹീറോ വരുന്നത്. ഹീറോ നമ്മിനെ വിളിച്ചോണ്ട് ആ ഷോപ്പിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. പുറത്തോട്ട് കൊണ്ടുവന്ന് ഡ്രിങ്ക് ഒക്കെ മേടിച്ചു കൊടുത്ത് നമ്മിന്റെ അടുത്ത് സമാധാനത്തെ സംസാരിക്കാൻ തുടങ്ങി. ഇപ്പോഴാണ് ഹീറോയുടെ അടുത്ത് ഡിവോഴ്സിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു തുടങ്ങുന്നത്. എനിക്കറിയാം ഞാൻ എന്റെ വർക്കിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തത്. അപ്പൊ ഞാനേ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അവളും ഒരുപാട് ലോൺലി ആയിട്ട് ഫീൽ ചെയ്ത് കാണും എന്നെല്ലാം അവന്റെ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഹീറോ ഉടനെ ചോദിക്കാൻ തുടങ്ങി, നീ പറ എന്താ അവന് ചെയ്യേണ്ടത്? കൊന്നു കളയണോ? അവനോട് റിവെഞ്ച് ചോദിക്കണോ? അതോ വേറെന്തേലും ശിക്ഷ കൊടുക്കണോ? എന്താ ചെയ്യേണ്ടത്? നീ പറ. നീ പറയുന്നത് പോലെ ചെയ്യാം. പക്ഷെ നീ ഒരു കാര്യം ഓർക്കണം, ഇങ്ങനെ ഈവിൾ ആയിട്ടുള്ള ചിന്തകൾ കൊണ്ട് നടന്ന നീയും പെട്ടെന്ന് തന്നെ ഈവിൾ സ്പിരിറ്റ് ആയിട്ട് മാറും. എനിക്ക് അതൊന്നും സഹിക്കാൻ പറ്റില്ല. നന്നായി ആലോചിച്ച് ഒരു തീരുമാനം എടുക്കാൻ പറയാ. നാം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നോക്കുന്ന ആളായതുകൊണ്ട് അവനോട് റിവെഞ്ച് ചെയ്യാനൊന്നും നാം നിൽക്കില്ല. അവിടെ സീൻ കെട്ടാക്കി ഹാൻ ഇപ്പോഴും ഹീറോയുടെ മെസ്സേജോ കോളോ വല്ലതും വരുമോന്ന് അറിയാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. എന്നാ ഇത്രയും നേരമായിട്ടും ഒരു റെസ്പോൺസും ഇല്ല. ഞാൻ അങ്ങോട്ട് വിളിക്കത്തില്ല, അവൻ എന്നെ മിസ് ചെയ്യുന്ന പോലും ഇല്ല എന്നാ തോന്നുന്നത്. എത്ര നേരമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുക, ഇങ്ങോട്ട് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കി നോക്കി അങ്ങനെ കിടന്നുറങ്ങിപ്പോയി. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഹാനിന് ഒരു കോള് വരുന്നുണ്ട്. അത് ഹീറോ ആയിരുന്നു. ഞാൻ നിന്നെ ശരിക്കും മിസ് ചെയ്തു. നീ എന്നെ മിസ് ചെയ്തെങ്കിൽ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരാൻ പറയാം. ഹാനും ഹീറോനെ കണ്ടതേ ഇന്നലെ എന്താ വിളിക്കാഞ്ഞെന്നൊക്കെ ചോദിക്കുന്നത്. ഹീറോയും കുറച്ച് ജോലി തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ആ പിണക്കമെല്ലാം മാറ്റാനായിട്ട് നമുക്ക് ഡേറ്റിങ്ങിന് പോയാലെന്ന് പറഞ്ഞ് അവര് ഡേറ്റിങ്ങിന് പോകാനായിട്ട് പ്ലാൻ ചെയ്തേക്കുക. പതിവ് പോലെ ഗുവിന്റെ അടുത്ത് നുണയും പറഞ്ഞ് സ്റ്റുഡിയോ ഏൽപ്പിച്ചിട്ട് പോകാനായിട്ട് വന്നിരിക്കുക ഹീറോ. ഗുവോടനെ സമ്മതിക്കുന്നില്ല. പോരാഞ്ഞിട്ട് നിങ്ങൾ തമ്മിൽ റിലേഷൻ അല്ലേ എന്നുള്ള കൺഫ്യൂഷൻ ഒക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഹീറോ അതൊന്നും സമ്മതിക്കുന്നില്ല. ഗുവിന്റെ മുഖം ഡള്ളായിട്ട് നിൽക്കുന്ന കണ്ടിട്ട് ഹീറോ ചോദിക്കുന്നുണ്ട്, മേലിൽ കണ്ട കിം അല്ലേ നിന്റെ ഫസ്റ്റ് ലവ് എന്ന്? ആദ്യമേ മറുത്ത് പറഞ്ഞാലും ലാസ്റ്റ് സമ്മതിച്ചു കിമ്മായിരുന്നു ഫസ്റ്റ് ലവർ എന്ന്. ഈ കാര്യം കിമ്മിന്റെ അടുത്ത് പറയണ്ടെങ്കിൽ മര്യാദയ്ക്ക് സ്റ്റുഡിയോ നോക്കിയെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവർ രണ്ടുപേരും അങ്ങോട്ട് പോവാ. മാസ് എൻട്രി ഒക്കെ കൊടുത്ത് കാറ് ഡ്രൈവ് ചെയ്യാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ലൈസൻസ് എടുത്തു കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് അങ്ങോട്ട് വണ്ടി ഓടിക്കുക. എങ്ങനെ ലൈസൻസ് കിട്ടിയെന്ന് ഹീറോയ്ക്ക് തന്നെ ഒരു പിടിയില്ലാത്ത രീതിയിൽ സ്റ്റിയറിംഗ് അങ്ങോട്ട് പിടിക്കണോ ഇങ്ങോട്ട് പിടിക്കണോ എന്നൊക്കെ ഫുൾ കൺഫ്യൂഷൻ. ഹാനന്റെ ജീവനെങ്കിലും തിരിച്ചു കിട്ടണം എന്നുള്ള പ്രാർത്ഥനയോടെ അവിടെ ഇരിക്കുന്നത്. ഇവിടെ ഗു മുറ്റമൊക്കെ അടിച്ചോണ്ടിരിക്കുന്ന ടൈമില് കിം അവിടേക്ക് ഓടി വരുന്നുണ്ട്. കിമ്മിനെ കണ്ടതും ഓടി ഒളിക്കുക. ഒളിച്ചു കഴിഞ്ഞപ്പോഴാ സത്യത്തിൽ ഞാൻ എന്തിനാ ഒളിക്കുന്നത്, എന്നെ കാണാൻ പറ്റത്തില്ലല്ലോ എന്നും പറഞ്ഞ് കിമ്മിന്റെ പുറകെ പോകാൻ തുടങ്ങി. കിമ്മിന് പോവേണ്ട ബസ് ഇപ്പൊ മിസ് ആവുന്നുള്ള രീതിയിലാ അവിടേക്ക് കറക്റ്റ് ടൈമില് ഗു എന്നാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അവിടെ ഉള്ള ഒരാളുടെ ദേഹത്ത് കയറി ബസ് സ്റ്റോപ്പ് ആക്കി. കിം ഓടി വന്ന് കയറിയിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യുമെന്ന് കാണിക്കുന്നുണ്ട്. കിമ്മിനൊന്നും മനസ്സിലാവുന്നില്ല. ഇയാൾക്ക് എന്നെ അറിയില്ലല്ലോ, പിന്നെന്തിനാ ഫൈറ്റ് ചെയ്യാനൊക്കെ പറയുന്നതെന്നുള്ള കൺഫ്യൂഷനില് നേരെ ഒരു കോഫി ഷോപ്പിൽ വന്ന അവിടെ ഉള്ള ഒരു പയ്യന്റെ ദേഹത്ത് ഗു കയറിയിട്ട് ഓഫീസിലേക്കുള്ള കോഫി മേടിക്കാൻ വന്നതല്ലേ, എല്ലാവർക്കും വേണ്ടത് എനിക്കറിയാന്ന് പറഞ്ഞ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാം എടുത്തു വെക്കുന്നുണ്ട്. പോരാഞ്ഞിട്ട് കിമ്മിന് വേണ്ടി എനർജി ഡ്രിങ്ക് ഒക്കെ കൊടുക്കുക ഓഫറാന്ന് പറഞ്ഞ്. കിമ്മിനും മനസ്സിലാവുന്നില്ല, ഇന്നെല്ലാരും എന്റെ അടുത്ത് കൈൻഡ് ആയിട്ട് പെരുമാറുന്നല്ലോ, എന്താണെങ്കിലും ഇത് നല്ല എനർജി തരുന്നുണ്ടെന്ന് പറഞ്ഞ് ആ കൊടുത്ത് ഡ്രിങ്ക് ഒക്കെ കുടിച്ച് വർക്ക് ചെയ്തോണ്ടിരിക്കുക. വേറൊരു കോവർക്കറിന്റെ ബോഡി കയറി അവളുടെ വർക്കൊക്കെ കുറയ്ക്കാനായിട്ട് ഒരുപാട് സഹായം ചെയ്യുന്നുണ്ട് ഗുവ്. അവിടെ സീൻ കട്ടാക്കി അഗാധമായ ചിന്തയിലാണ് പോലീസുകാർ. ഹീറോയുടെ അടുത്തുനിന്ന് പല സ്ത്രീകളും കരഞ്ഞുകൊണ്ടൊക്കെ വരുന്നത് അവര് ഫോട്ടോ എടുത്തിരുന്നു. എന്തിനായിരിക്കും അവരൊക്കെ കരഞ്ഞത്, എന്തായിരിക്കും അവിടെ നടത്തുന്ന ബിസിനസ് എന്നൊക്കെയുള്ള ചിന്തയിലാ. രാത്രി പെണ്ണുങ്ങൾ വരുന്നതും കരഞ്ഞുകൊണ്ടിറങ്ങുന്നതൊക്കെ കണ്ട സ്വാഭാവികമായിട്ടും എല്ലാരും തെറ്റിദ്ധരിക്കുമല്ലോ. കോവർക്കറുമായിട്ട് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുകയാണ്. അവിടെ സീൻ കെട്ടാക്കി ഹീറോ വണ്ടി ഓടിച്ച് ഇതുവരെ എത്തേണ്ട അടുത്തൊന്നും എത്തിയിട്ടില്ല. ഫുൾ ടാങ്ക് പെട്രോളും ഓടിച്ചോടിച്ച് തീർത്തു. കാടിന്റെ അടുത്ത് നിന്നപ്പോഴാണ് കറക്റ്റ് വണ്ടി ഓഫ് ആവുന്നത്. ഇവർ ഓൾറെഡി ബീച്ചിന്റെ അടുത്ത് ടെന്റ് ഒക്കെ കെട്ടി ചില്ല് ചെയ്യാനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. വണ്ടി ഇവിടെ ഓഫ് ആയതുകൊണ്ട് അത് ഫോറസ്റ്റ് ട്രിപ്പ് ആക്കി. അവിടെ തന്നെ നല്ലൊരു പ്ലേസ് കണ്ടുപിടിച്ച് ടെന്റ് എല്ലാം കെട്ടി അടിപൊളിയായി സെറ്റായി. രണ്ടുപേരും ഫുഡ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. ഹീറോ ഉണ്ടാക്കിയ ഫുഡിനൊക്കെ നല്ല ടേസ്റ്റ്. എന്തായാലും ഗേൾസ് ഒക്കെ നിന്റെ ഫാൻ ആയിരിക്കും, കാരണം നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആമ്പിള്ളേരോട് പ്രത്യേക ഇഷ്ടം തോന്നും. ഇത് എവിടുന്നാ പഠിച്ചതെന്ന് ചോദിച്ചാൽ എനിക്ക് 12 വയസ്സുള്ളപ്പോഴാണ് ആദ്യത്തെ ഗസ്റ്റ് വന്നത്. അവക്ക് വേണ്ടിയാ ഞാൻ ഇതെല്ലാം കുക്ക് ചെയ്യാൻ പഠിച്ചതെന്ന് പറയാം. ഹീറോ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഹാനിന്റെ ലൈഫിൽ സംഭവിച്ച ഒരു ഇൻസിഡന്റ് പറയാൻ തുടങ്ങുന്നത്. എനിക്ക് 10 വയസ്സുള്ളപ്പോ ഒരു ആക്സിഡന്റ് സംഭവിച്ചു. അതിലാണ് എന്റെ അച്ഛനും അമ്മയും മരിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ
കോമ സ്റ്റേജിലായിരുന്നു. ആ ആക്സിഡന്റിന് ശേഷം എന്റെ കയ്യിൽ ഒരു മാർക്ക് തന്നെ ഫോം ചെയ്തു. അത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും എന്നെ കളിയാക്കാൻ തുടങ്ങി. ഞാൻ അത് ഹൈഡ് ചെയ്തായിരുന്നു നടന്നിരുന്നതെന്ന് പറയാം. ഹീറോ ഉടനെ ആ മാർക്ക് കാണിക്കാനായിട്ട് അവളോട് ചോദിക്കുന്നുണ്ട്. ഹാനും നീ എന്നെ കളിയാക്കും, ഞാൻ കാണിക്കില്ല എന്നൊക്കെ ആദ്യമേ പറഞ്ഞാലും കാണിക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് അവിടെ മഴ പെയ്യുക. അതുകൊണ്ട് ഹാനിന്റെ കയ്യിലുള്ള ആ ഒരു മാർക്ക് കാണാൻ പറ്റിയില്ല. ഹീറോ ഉടനെ ഞാനിതെല്ലാം എടുത്തു വെക്കാം, നീ ഇവിടെ നിൽക്കുന്നു പറഞ്ഞ് ടെന്റിനുള്ളില് ഹാനിനെ ആക്കി ഹീറോ പുറത്തേക്ക് പോകാനായിട്ട് തുടങ്ങുമ്പോൾ ഹാൻ പതിയെ ഹീറോയുടെ കൈ പിടിച്ച് കിസ് ചെയ്യാണ്. മഴയൊക്കെ ആയതുകൊണ്ട് തണുക്കണ്ട, കുറച്ച് ഹോട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാവാം. അവര് ചൂടായോ ഇല്ലയോ, കണ്ടോണ്ടിരിക്കുന്ന നമ്മള് ശരിക്കും ചൂടായി. അവരെ സീൻ കട്ടാക്കി ഇവിടെ ഗൂവിനെയാണ് കാണിക്കുന്നത്. ഗൂവിന് ഒരുപാട് വർക്ക് കൊടുത്തിട്ടാ പോയേക്കുന്നത്. അതെല്ലാം ഇഷ്ടമില്ലാതെ കഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമില് ഹീറോനെ കൊല്ലാൻ വേണ്ടി തന്നെ നടക്കുന്ന ആ ഒരു ഗോസ്റ്റ് സ്റ്റുഡിയോയുടെ അടുത്തേക്ക് വരികയാണ്. എന്തോ പുറത്ത് സൗണ്ട് കേട്ട് ഗൂ സ്റ്റുഡിയോയ്ക്കുള്ളിൽ നിന്നും പുറത്തേക്ക് വന്നു. അവിടെ ആ വിരൂപിയായിട്ടുള്ള ഗോസ്റ്റ് ഉണ്ടായിരുന്നു. ഗൂ ശരിക്കും പേടിച്ചു. അവൻ അവിടെയുള്ള ഓരോ സാധനവും നശിപ്പിക്കാൻ തുടങ്ങി. ഗൂ പേടിയോടെ വേഗം തന്നെ സ്റ്റുഡിയോയ്ക്കുള്ളിലേക്ക് കയറി. എന്നാൽ ആ ഗോസ്റ്റിന് സ്റ്റുഡിയോയുടെ പവറിനെ തകർക്കാനും മാത്രമുള്ള പവർ ഉണ്ടായിരുന്നില്ല. ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല. അവിടെ സീൻ കെട്ടാക്കി ഹീറോ മോർണിംഗ് എഴുന്നേറ്റ് നോക്കുമ്പോൾ ഹാനിനെ അവിടെ എങ്ങും കാണുന്നില്ല. നോക്കിയാ അവിടെയുള്ള ഡെസ്കിലെല്ലാം ഇന്നലെ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ കൊച്ചു കൊച്ചു ഡ്രോയിങ് ആയിട്ട് വരച്ചു വെച്ചേക്കുക. ഇതെല്ലാം കാണുമ്പോൾ ഹീറോയ്ക്ക് അവന്റെ ഫസ്റ്റ് വിസിറ്റർ ആയിട്ടുള്ള ആ ഒരു കുട്ടി പെണ്ണിനെ ഓർമ്മ വരുന്നത്. ഇനി ഒരു പക്ഷേ ഹാനായിരിക്കുമോ അവൾ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും അങ്ങനെ വരാൻ ഒരു ചാൻസ് ഇല്ലാന്ന് കരുതി ഹാനിനെ തേടി പോവാ. ഹാൻ അവിടെ ഫോട്ടോസ് ഒക്കെ എടുത്ത് നിപ്പുണ്ട്. ഹീറോനെ കണ്ടതും അവൾ ഓടി വന്ന് ഹഗ് ചെയ്യാൻ തുടങ്ങി. ഹീറോ പതിയെ ഹാനിന്റെ അടുത്ത് കയ്യിലുള്ള ആ മാർക്ക് കാണിക്കാവോന്ന് ചോദിക്കുക. ഹീറോ ആ മാർക്ക് നോക്കിയപ്പോഴാണ് ഇവള് തന്നെയാണ് ഹീറോയുടെ അടുത്ത് വന്ന ആ കൊച്ചു പെൺകുട്ടി എന്ന് മനസ്സിലായത്. ജാങ്സു നീ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ച് അവളെ ഹഗ് ചെയ്യുക. ഹാനു അത്ഭുതത്തോടെ എന്റെ കുട്ടിക്കാലത്തെ പേര് എങ്ങനെ നിനക്കറിയാം, അത് അധികം ആർക്കും അറിയില്ലല്ലോ എന്ന് ചോദിക്കുക. പിന്നീട് രണ്ടുപേരും ഇരുന്ന് നടന്നതെല്ലാം പറയാൻ തുടങ്ങി. ഹാനുവിന് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അവള് കോമ സ്റ്റേജിലായിരുന്ന സമയത്ത് ഹീറോയുടെ അടുത്ത് ഫസ്റ്റ് വിസിറ്റർ ആയിട്ട് വന്നത് ആ ക്യാമറയുമായിട്ട്. കോമയിലായതുകൊണ്ട് തന്നെ അവക്ക് ഇതൊന്നും ഓർമ്മയില്ല. ഹീറോയ്ക്ക് ശരിക്കും സന്തോഷമായി. കാരണം കുട്ടിക്കാലത്ത് ആ ഒരു ഗോസ്റ്റ് പെൺകുട്ടീനെ ഇഷ്ടമായിരുന്നു. ഇപ്പൊ അവന്റെ ലവറായിട്ട് തന്നെ അവള് വന്നിരിക്കുക. അതിനേക്കാളേറെ അവൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം. ഇപ്പോഴാണ് ഹീറോയ്ക്ക് എങ്ങനെ സേഫ് സോൺ ഫോം ആയത് എന്നുള്ള കാര്യം വരെ മനസ്സിലായത്. കുട്ടിക്കാലത്ത് ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്ത സർക്കിളാണ് ഇപ്പൊ സേഫ് സോൺ ആയിട്ട് മാറിയിരിക്കുന്നത്. അവിടെ സീൻ കട്ടാക്കി ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ഒരാളെയാണ് കാണിക്കുന്നത്. ആളുടെ കയ്യിൽ പെങ്ങളുടെ കല്യാണത്തിന് ഇൻവിറ്റേഷൻ ഉണ്ട്. എത്രയും പെട്ടെന്ന് റൂമിൽ പോയി റെഡി ആയിട്ട് പെങ്ങളെ കാണണം എന്നുള്ള ആഗ്രഹത്തില് കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റൂമിനുള്ളിലേക്ക് ആരോ കയറുന്നു. കറുത്ത തൊപ്പിയും മാസ്ക് ഒക്കെ ഇട്ട് അയാള് റൂമിൽ കയറി ഒളിച്ചിരുന്നു. കുളിയൊക്കെ കഴിഞ്ഞിറങ്ങിയ ആ വ്യക്തിയെ ആ ഒളിച്ചിരുന്ന മാസ്ക് ഇട്ട ആള് കഴുത്ത് നേരിച്ച് കൊലപ്പെടുത്തി അവിടെ കെട്ടിത്തൂക്കുകയാണ് ചെയ്തത്. അവിടെ സീൻ കട്ടാക്കി ഹീറോയും ഹാനും അവരുടെ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് തിരികെ വന്നിരിക്കുക. ഹാൻ നേരത്തെ തന്നെ ഇറങ്ങി. ഹീറോ വീടിന്റെ അവിടെ വന്നപ്പോഴാണ് പോലീസും ആൾക്കൂട്ടും ബഹളമൊക്കെ. എന്താന്ന് മനസ്സിലാവാതെ നേരെ സ്റ്റുഡിയോയിലേക്ക് വന്ന ഇന്നലെ ഗോസ്റ്റ് കാട്ടിക്കൂട്ടിയ പ്രകടനമൊക്കെ ആളുകളൊക്കെ അറിഞ്ഞ് പോലീസിനെ വിളിച്ചുകൂട്ടി. ഗൂവും പേടിച്ച് തിരസന്റെ മണ്ടേ തന്നെയായിരുന്നു. ഹീറോനെ കണ്ടതും ഓടി വന്ന് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പോലീസുകാരൻ ഉടനെ ഹീറോയുടെ അടുത്ത് വന്ന് ഇന്നലെ നിങ്ങൾ എവിടെ ആയിരുന്നു, നിങ്ങളുടെ ഷോപ്പ് ആരോ വന്ന് തല്ലി തകർത്തിട്ട് നിങ്ങളെ ട്രിപ്പിന് പോയേക്കായിരുന്നോ, എന്താണെങ്കിലും നിങ്ങളുടെ ഈ ഷോപ്പിന്റെ പരിസരത്തായിട്ട് ഒരുപാട് ക്യാറ്റുകൾ മിസ്സാവുന്നുണ്ട്. മാത്രമല്ല ഇങ്ങനെ ഒരു പ്രശ്നം കൂടെ നടന്നുകൊണ്ട് നിങ്ങൾ എന്റെ കൺവെട്ടത്ത് തന്നെ ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടാണ് ആ പോലീസുകാരൻ പോകുന്നത്. ഗൂ ശരിക്കും പേടിച്ചിരുന്നു. ആ കാര്യമൊക്കെ ഹീറോയുടെ അടുത്ത് പറഞ്ഞ് അവരെല്ലാ സാധനവും ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ നടന്ന കാര്യങ്ങളൊന്നും ഹാനിന്റെ അടുത്ത് പറയണ്ടെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോ ഹീറോ നമ്മിന് മെസ്സേജ് അയച്ചിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മും സ്റ്റുഡിയോയിലേക്ക് വന്നേക്കുക. നമ്മ അവന്റെ മൈൻഡ് ഒക്കെ ക്ലിയർ ആക്കാനായിട്ട് കുറച്ച് ദിവസമായി സ്റ്റുഡിയോയിലേക്ക് വന്നിട്ട് വന്ന ഉടനെ എവിടെയായിരുന്നു ഞാൻ, എന്തുമാത്രം പേടിച്ചു എന്നറിയാവോ എന്ന് ചോദിച്ച് ഗൂ പിണങ്ങി നിൽക്കുക. അതെല്ലാം കഴിഞ്ഞിട്ട് അവരവരുടെ വിസിറ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ വിസിറ്റർ ആയിട്ട് വരുന്നത് ആ കൊല ചെയ്യപ്പെട്ട ആളാ. ഞാൻ ഇന്നലെ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടന്നിട്ട് റിലൈസ് ആയതേ ഉള്ളൂ. എന്നെ ആരാണോ ആ കേസിൽ പെടുത്തിയത് അയാളെ തന്നെ വന്നാണ് എന്നെ കൊന്നതെന്ന് എനിക്കറിയാം. എനിക്ക് ലോയർ ഹാനിനെ കാണണം, നിങ്ങൾ അതിന് എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാണ് അയാൾ വരുന്നത്. അയാളുടെ മുഖം കണ്ടപ്പോഴേ നമ്മിന് ആളെ മനസ്സിലായി. നിങ്ങൾ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പേ നടന്ന ഒരു കൊലപാതകത്തിന്റെ പ്രതിയല്ലേ എന്ന് ചോദിക്കുക. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പോ, ഞാൻ ഇന്നലെയാണ് റിലീസ് ആയത്, നിങ്ങൾ എന്തിനാ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പെന്ന് പറയുന്നത് എന്നെല്ലാം അയാൾ വെപ്രാളത്തോട് ചോദിക്കാൻ തുടങ്ങി. ഹീറോയിൻ സമാധാനത്തില് ഇതേതാ വർഷം എന്ന് ചോദിക്കുക. ആ വിസിറ്റർ പറയുന്നത് 2019 ആക്ച്വലി ഇത് 2023. അയാൾക്ക് മനസ്സിലാവുന്നില്ല എന്താ സംഭവിക്കുന്നത്. എനിക്കിതെല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെയാണല്ലോ എന്ന് പറഞ്ഞ് അയാൾ വയലന്റ് ആവാനായിട്ട് തുടങ്ങി. ഇവര് മൂന്നുപേരും വിസിറ്ററിനെ സമാധാനപ്പെടുത്താൻ നോക്കുന്നുണ്ടെങ്കിലും അയാളെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അയാൾ ആ സ്റ്റുഡിയോയിൽ നിന്നും പുറത്തേക്ക് പോയി. പുറത്തു നിന്നും ഓടി ഓടി എങ്ങോട്ടാ പോവേണ്ടതെന്ന് അറിയാതെ നിൽക്കുകയാണ്. ബോർഡുകളിലൊക്കെ നോക്കുമ്പോഴാണ് ഇത് ശരിക്കും 2023 തന്നെയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത്. ഇവിടെ ഹാൻ ആണെങ്കിൽ കഴിഞ്ഞ ദിവസം ഹീറോയ്ക്ക് എടുത്ത ഫോട്ടോ ഫ്രെയിം ചെയ്ത് സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുവന്നിരിക്കുക. നേരെ കൊണ്ടുവന്ന് ഹീറോയുടെ മരിച്ചുപോയ തലമുറകളുടെ കൂടെ കൊണ്ടുവന്ന് വെക്കുക. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഗൂ പെട്ടെന്ന് വന്ന് ഇത് എന്തിന്റെ ഫോട്ടോ ആണെന്നറിയോ, ഇത് ഫ്യൂണറലിന് വേണ്ടി എടുത്ത ഫോട്ടോയാ, മരിക്കാതെ എന്തിനാ ഇവിടെ വെക്കുന്നതെന്ന് ചോദിക്കുക. ഹാനിനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് ഗൂ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത്. ഇതെല്ലാം ഹീറോയുടെ ഫാമിലിയില് മരണപ്പെട്ടവരുടെ ഫോട്ടോയാണ്. അവര് 35 വയസ്സാകുമ്പോൾ മരിക്കുമെന്ന്. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഹാനിന്റെ അടുത്തേക്ക് ഹീറോ വന്നു. ഹീറോ
വന്ന് പതിയെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ നിന്നെ മിസ് ചെയ്തു, ഞാൻ മരിച്ചു എന്ന് തന്നെ ഞാൻ കരുതിയെന്ന്. ഇത് കേട്ടിട്ട് ഹാൻ ചോദിക്കാൻ തുടങ്ങി, ശരിക്കും നീ മരിക്കാൻ പോവല്ലേ സിയോന്ന്? ഹീറോ ഇതൊട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ആ ഒരു ഷോക്കോടെ നിൽക്കുകയാണ്. അതോടെ ഈ എപ്പിസോഡ് കഴിഞ്ഞു. അടുത്തടുത്ത എപ്പിസോഡൊക്കെ അഡ്വഞ്ചറസും കോംപ്ലിക്കേറ്റഡും ഒക്കെയാണ്. മിസ് ചെയ്ത് കാണണം കേട്ടോ. അതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.